إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وإبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلال أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല അവന്റെ ദീൻ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും അതനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കോടാനുകോടി സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തരായ മനുഷ്യർ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ പലതിനെയും അഭിമുഖീകരിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. ആയതിനാൽ തന്നെ ജീവിതത്തിൽ പല രൂപത്തിലുള്ള വിഷമങ്ങളും എല്ലാവരെയും ബാധിക്കും. ഒരു വിഷമവും ഉണ്ടാവുകയില്ല. ശാരീരികമായോ മാനസികമായോ അല്ലെങ്കിൽ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ടോ മക്കളുടെ വിഷയത്തിലോ കച്ചവടത്തിന്റെ വിഷയത്തിലോ ജോലിയുടെ വിഷയത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബന്ധങ്ങളുടെ വിഷയങ്ങളിലോ പല കാരണങ്ങളാൽ പല രൂപത്തിൽ എന്തെങ്കിലും രൂപത്തിൽ വ്യസനങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുന്നവരാണ് എല്ലാ ആളുകളും. അതിൽ നിന്ന് ഒരാളും മുക്തരാവുകയില്ല. വിശുദ്ധ ഖുർആൻ മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ അവസ്ഥയെ തന്നെ നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. സൂറത്തുൽ ബലദിലാണ് ആ ആയത്തുള്ളത്. അല്ലാഹു തആല പറയുകയാണ്, ലഖദ് ഖലഖനൽ ഇൻസാൻ, തീർച്ചയായും നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. ഫീ കബദ്, ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന്. മാതാവിന്റെ ഗർഭാശയത്തിൽ
ഒരു സ്വതന്ത്രമായ ഒരു ജീവിതം അവിടെ ഇല്ല. ആ ഒരു ചുരുങ്ങിയ ആ ഒരു സ്ഥലത്ത് നിന്നാണ് മനുഷ്യൻ പ്രയാസപ്പെട്ടുകൊണ്ട് നിശ്ചിത കാലയളവിൽ അവിടെ കഴിയുന്നത്. അവിടെ നിന്ന് ഭൂലോകത്തേക്ക് പുറത്ത് വരുന്നതും അല്ലറ ചില്ലറ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ചുകൊണ്ടാണ്. അതിനുശേഷം മരിക്കുന്നതുവരെയും പല രൂപത്തിലുള്ള ക്ലേശങ്ങളും അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത്. അതിനിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ട് വേണം അല്ലാഹുവിന്റെ തൃപ്തിയും അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അനുസരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള മഹനീയമായ സ്വർഗം കരസ്ഥമാക്കാനും എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടുന്നതാണ്. നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സദാശികൾ സ്വർഗലോകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നൊരു വചനമുണ്ട്. അല്ലാഹു തആല അത് നമ്മളോട് പറയുകയാണ്, വഖാലൂ, അവര് പറയും, സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവർ പറയുകയായി, അൽഹംദുലില്ലാഹ്, അല്ലാഹു തആലക്കാകുന്നു സർവസ്തുതിയും. എന്താ അങ്ങനെ പറയാൻ കാരണം? അന്നൽ ഹസന ഇന്ന റബ്ബനാ ലഗഫൂറുൻ ശകൂർ. ആ സ്വർഗവാസികൾ അല്ലാഹ് പറയുകയാണ്, അല്ലാഹ് നിനക്കാകുന്നു സർവസ്തുതിയും. കാരണം അല്ലദീ അദ്ഹബ അന്നൽ ഹസൻ, ഞങ്ങളിൽ നിന്ന് സർവ ദുഃഖങ്ങളെയും വ്യസനങ്ങളെയും പോക്കിക്കളഞ്ഞവനാകുന്നു അവൻ. ഇന്ന റബ്ബനാ ശകൂർ, തീർച്ചയായും ഞങ്ങളുടെ റബ്ബ് ഏറെ പൊറുക്കുന്നവനാണ്, അങ്ങേയറ്റം നന്ദിയുള്ളവനാണ്. സുഹൃത്തുക്കളെ, ആ സ്വർഗലോകത്ത് പ്രവേശിക്കുന്നത് വരെയും അവിടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്കും വ്യസനമില്ല, ഒരാൾക്കും ദുഃഖമില്ല, വിഷമങ്ങളില്ല, ഒന്നും തന്നെയില്ല. മനസ്സിനെ അലട്ടുന്ന യാതൊരു വിഷമവും അവിടെയില്ല. ശരീരത്തെ അലട്ടുന്ന യാതൊരു വേറൊരു നിലക്കുമുള്ള പ്രയാസങ്ങളും ഇല്ലാത്ത ഒരു ലോകമാണ് സ്വർഗം. ആ സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോ സ്വർഗവാസികൾ അല്ലാഹുവിനോട് പറയുകയാണ്, അൽഹംദുലില്ലാഹ് അല്ലദീ അദ്ഹബ അന്നൽ ഹസൻ, എല്ലാ വിധത്തിലുള്ള ദുഃഖങ്ങളെയും ഞങ്ങളിൽ നിന്നും പോക്കിക്കളഞ്ഞ അല്ലാഹ്, നിനക്കാകുന്നു സർവസ്തുതിയും. അല്ലാഹുവെ സ്തുതിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ മരണം വരെ എല്ലാ വിധത്തിലുള്ള പല രൂപത്തിലുള്ള പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നതാണ് വിശുദ്ധ ഖുർആൻ തന്നെയും നമുക്ക് ഈ ആയത്തുകളിൽ നിന്ന് നമ്മളെ സൂചിപ്പിക്കുന്നത്. എന്നാൽ അതുപോലെ തന്നെ ഈ ഐഹിക ജീവിതത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ ഐഹിക ജീവിതത്തിൽ ഒരാൾക്കും പരിപൂർണമില്ല. പരിപൂർണമായ ഒരു സമാധാനം ഈ ലോകത്ത് ലഭിക്കുകയില്ല. ഒരു ശാന്തിയോ ഒരു സന്തോഷമോ ഒന്നും തന്നെ. എത്ര വലിയ കോടീശ്വരനാണെങ്കിൽ സെക്യൂരിറ്റി ഉണ്ടെങ്കിലും ശരി, എന്തെല്ലാം സുഖസൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ശരി, അവരുടെ ആരുടെയും സുഖമോ സന്തോഷമോ സമാധാനമോ ഒന്നിനും തന്നെ പരിപൂർണതയില്ല. അത് സ്വർഗത്തിൽ വെച്ച് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നതാണ് നമ്മൾ മനസ്സിലാക്കണം. ഈ ജീവിതത്തിൽ, ഈ ദുനിയാവിൽ, ഈ ഐഹിക ജീവിതത്തിൽ നമുക്ക് വല്ല പ്രയാസങ്ങളും ദുഃഖങ്ങളും ഉണ്ടെങ്കിൽ അതിന്റെ പേരിൽ യാതൊരു നിലക്കും നമ്മൾ അക്ഷമരാകാൻ പാടില്ല. നമ്മൾ ഒരിക്കലും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തൃപ്തിയില്ലാത്ത ഒരു വചനം, ഒരു രൂപത്തിലുള്ള സംസാരവും നമ്മളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നോക്കൂ, മൻ അമില സാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ, വിശ്വാസിയായിരിക്കെ ആണാവട്ടെ പെണ്ണാവട്ടെ ആരെങ്കിലും ഒരു അമല്, സ്വാലിഹായ ഒരു അമല് പ്രവർത്തിക്കുന്നുവെങ്കിൽ ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ, അവൻക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാണ്. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിന്റെ ഫലമായി കൊണ്ട് ഏറ്റവും നല്ല പ്രതിഫലവും കൂലിയും നാം അവർക്ക് പ്രതിഫലമായി കൊണ്ട് നൽകുന്നതാണ്. സൂറത്തുൻ നഹ്ലിൽ അല്ലാഹു തആല അങ്ങനെ പറഞ്ഞു. അതുപോലെ തന്നെ സൂറത്തു ആലി ഇംറാനിൽ കാണാം, വലാ തഹിനൂ വലാ തഹ്സനൂ, നിങ്ങൾ വിഷമിക്കാൻ പാടില്ല. കാരണം വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ, ഈമാനുണ്ടോ, നിങ്ങൾ മുഅ്മിനീങ്ങളാണോ, നിങ്ങൾ തന്നെയാകുന്നു എന്ന എല്ലാ നിലക്കും ഉന്നതർ. അത് സൂറത്തു ആലി ഇംറാനിലും പറഞ്ഞു.
അതുപോലെ തന്നെ സൂറത്തുൽ ബഖറയിൽ കാണാം, സൂറത്തു ത്വാഹയിൽ കാണാം, സൂറത്തുൽ ബഖറയിൽ ഫമൻ തബിഅ ഹുദായ വലാ ഹും യഹ്സനൂൻ, ആര് എന്റെ സന്മാർഗത്തെ അനുധാവനം ചെയ്യുന്നുവോ അവര് ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവര് പേടിക്കുകയോ ദുഃഖിക്കുകയോ വേണ്ട. നോക്കൂ, ഈ 3 വചനങ്ങൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. സമാധാനവും അതുപോലെ തന്നെ ശാന്തിയും സന്തോഷവും എല്ലാം നൽകുന്നത് വിശ്വാസികളല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലകളിൽ, ഏതെങ്കിലും സാഹചര്യങ്ങളിൽ എന്തെങ്കിലും രൂപത്തിലുള്ള പ്രയാസങ്ങളോ വിഷമങ്ങളോ വന്നാൽ അവര് അക്ഷമരാകുന്നു. അവര് ജീവിതത്തോട് പൊറുതിമുട്ടിക്കൊണ്ട് അവര് ജീവിതം തന്നെ അവസാനിപ്പിക്കുന്നു. പല ആളുകളും ഒരു തുണ്ടം കയറിൽ കെട്ടിത്തൂങ്ങിക്കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു. പലരും വിഷം കഴിച്ചുകൊണ്ട് മരിക്കുന്നു. ചിലർ ആസിഡ് കഴിക്കുന്നു. ചിലർ വാഹനത്തിന്റെ മുമ്പിലേക്ക് ചാടി വീഴുന്നു. ഇങ്ങനെയൊക്കെ ജീവിതം അവസാനിപ്പിക്കുന്ന വിവരമില്ലാത്ത ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ജീവിതം എന്ന് പറയുന്നത് ഒരു ഞെരുക്കത്തിന്റെ കൂടെ എളുപ്പമുണ്ടാകും. ഒരിക്കലും ജീവിതത്തിന്റെ എല്ലാ കാലത്തും ആയുഷ്കാലം മുഴുവനും പ്രയാസം അല്ലാഹു തആല നൽകുകയില്ല. ഒരു കയറ്റത്തിന് ഒരു ഇറക്കമുണ്ടാകും, ഒരു പ്രയാസത്തിന് ഒരു സന്തോഷം അല്ലാഹു തആല നൽകും, ഒരു ഞെരുക്കത്തിന് ഒരു എളുപ്പം റബ്ബ് തരും. ഇന്ന മഅൽ ഉസ്രി യുസ്റാ, അല്ലാഹു പ്രയാസത്തിന്റെ കൂടെ എളുപ്പവും തരും. അത് അല്ലാഹു തആല നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലാഹു നമുക്ക് നൽകാനിരിക്കുന്ന ആ എളുപ്പത്തെ, ആ സൗകര്യത്തെ, ആ സന്തോഷത്തെ, സമാധാനത്തെ മറന്നുകൊണ്ട് അക്ഷമരായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടമില്ലാത്ത രൂപത്തിൽ ജീവിതം അവസാനിപ്പിക്കുന്ന ആളുകളുടെ ആ ഒരു സ്വഭാവം വിശ്വാസികൾക്ക് ഒരിക്കലും തന്നെ ചേർന്നതല്ല എന്നുള്ളത് നമ്മൾ ഈമാനുള്ളവരാണോ ഫലനുഹിയന്നഹും ഹയാതൻ ത്വയ്യിബ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല ഹയാതൻ ത്വയ്യിബ, പരിശുദ്ധമായ നല്ല ജീവിതത്തെ അല്ലാഹു തരും എന്നാണ് നമ്മളോട് പറയുന്നത്. അല്ലാഹു തരും. മരിക്കുന്നത് വരെ, ജനനം മുതൽ മരണം വരെയും എല്ലാങ്ങളും കഷ്ടതകളും നൽകിക്കൊണ്ട് അല്ലാഹു തആല ഒരാളെയും പരീക്ഷിക്കുകയില്ല. എന്തെങ്കിലും നിലക്കുള്ള സന്തോഷവും സമാധാനവും ഒക്കെ നൽകും. സൂറത്ത് ശറഹിൽ 2 തവണയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് എടുത്തു പറഞ്ഞിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇത് വിശ്വാസികൾക്ക് നേടാൻ സാധിക്കുകയുള്ളൂ. ഇത് ഈ ഒരു മനസ്സിന് എന്ത് പ്രയാസങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും എത്ര അലട്ടുന്നുണ്ടെങ്കിലും തന്നെയും ശരി, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ വജഹു തആലയുടെ വാഗ്ദാനങ്ങളും എന്നും ആശ്വാസം നൽകുന്നതാണ്. അല്ലാഹു തആല വെറുതെ അല്ലല്ലോ അല്ലാഹു തആല ഒരിക്കലും തന്നെ വാഗ്ദാനം ലംഘിക്കുന്നവനല്ല. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, ഏത് രൂപത്തിലുള്ള വിഷമങ്ങളും എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും തന്നെയും ശരി സുഹൃത്തുക്കളെ, നമ്മൾ ഒരിക്കലും തന്നെ അതിൽ അക്ഷമ കാണിക്കാൻ പാടില്ല. നമ്മൾ അല്ലാഹുവിന്റെ വിധിയാകാൻ പാടില്ല. അതിൽ നമ്മൾ തൃപ്തി അടയണം. അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം. അല്ലാഹുവിന്റെ തൃപ്തിയെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഒരു കവിത ശകലത്തിൽ നമുക്ക് കാണാം. അദ്ദേഹം പറയുകയാണ്, യാ സാഹിബൽ ഹമ്മി ഇന്നൽ ഹമ്മ മുൻഫരിജുൻ ഫഇന്നൽ ഫാരിജല്ലാഹു اليأس يقطع أحيانا بصاحبه لا تيأسن فإن الكافي الله الله يحدث بعد عسر ميسرا لا تجزعن فإن القاسم الله إذا بليت فضبه إن الذي يكشف البلوى هو الله والله ما لك غير الله من أحد فحسبك الله في كل لك الله. മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറയുകയാണ്, വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന മനുഷ്യ
നീ സന്തോഷിച്ചോ. തആല എല്ലാ പ്രയാസങ്ങൾക്കും വിടുതൽ നൽകുന്നവനാണ്. അതുപോലെ തന്നെ നിരാശ എന്ന് പറയുന്നത് അത് പല ആളുകളുടെയും ലാ തൈഅസന്ന, നീ ഒരിക്കലും തന്നെ നിരാശപ്പെടാൻ പാടില്ല. ഫഇന്നൽ കാത്തിനും മതിയായവനായിട്ട് അല്ലാഹുവില്ലേ, അതുകൊണ്ട് നീ ഒരിക്കലും തന്നെ നിരാശനാവാൻ പാടില്ല. അല്ലാഹു യുഹ്ദിസു ബഅദൽ ഉസ്രി മൈസറ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു ഞെരുക്കത്തിന് ശേഷവും അല്ലാഹു തആല ഏതൊരാൾക്കും ഒരു എളുപ്പം നൽകുന്നതാണ്. അതുകൊണ്ട് ലാ തജ്സഅന്ന ഫഇന്നൽ ഖാസിമല്ലാഹു, അതുകൊണ്ട് നീ ഒരിക്കലും തന്നെ അക്ഷമരാവാൻ പാടില്ല. കാരണം ഫഇന്നൽ ഖാസിമല്ലാഹ്, തീർച്ചയായും ജീവിതത്തിന്റെ എല്ലാ ആളുകളുടെയും ജീവിതത്തിലെ എല്ലാ രൂപത്തിലുള്ള സുഖങ്ങളും സന്തോഷങ്ങളും ഐശ്വര്യവും സമാധാനവും എല്ലാം വീതിച്ചു നൽകുന്നത് അത് അല്ലാഹുവാണല്ലോ. അതുകൊണ്ട് നീ ഒരിക്കലും തന്നെ അതിൽ അക്ഷമനാവാൻ പാടില്ല. ഇദാ ബുലീത ഫഫിഖ് ബില്ലാഹി വർദ ബിഹി ഇന്നല്ലദീ യക്ഷിഫുൽ ബൽവാ ഹുവല്ലാഹ്. നീ ഏതെങ്കിലും രൂപത്തിൽ പരീക്ഷിക്കപ്പെട്ടാലും ശരി, നീ അള്ളാഹുവിന്റെ പാർശ്വത്തെ മുറുകെ പിടിച്ചോ, അള്ളാഹുവിന്റെ വിധിയിൽ നീ തൃപ്തി അടയുകയും ചെയ്തോ. കാരണം ഏതൊരു പരീക്ഷണത്തിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ഒരു തുറവി നൽകുന്നതാണ്. ആ ഏതൊരു പരീക്ഷണത്തെയും അള്ളാഹു തആല നിന്നിൽ നിന്ന് നീക്കി തരാൻ കഴിവുള്ളവനാണ്. എന്നിട്ട് ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അവസാനം ചോദിക്കുകയാണ്, വല്ലാഹി മാലക ഗൈറുല്ലാഹി മിൻ അഹദ്, അല്ലാഹുവിന് പുറമേ നിനക്ക് ആരുണ്ടടോ? ഫഹസ്ബുകല്ലാഹു ഫീ കുല്ലിൻ ലകല്ലാഹ്, അതുകൊണ്ട് നിനക്ക് അല്ലാഹു മതി. ഏതൊരു കാര്യത്തിലും ഏതൊരു പ്രയാസത്തിലും എന്ത് ബുദ്ധിമുട്ടുകൾ നിന്നെ അലട്ടുന്നുണ്ടെങ്കിലും തന്നെയും ശരി, നിനക്ക് അല്ലാഹു മതി, നിനക്ക് അല്ലാഹു മതി. ഈ ഒരു ബോധം പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാവണം. വിശ്വാസികൾക്ക് ഈ ഒരു ബോധവും ഈ ഒരു ചിന്തയും അള്ളാഹുവിനെ കുറിച്ചുണ്ടാകുമ്പോൾ എന്ത് തന്നെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവനെ ഒരു നിലക്കും നിരാശനാക്കുകയോ അതല്ലെങ്കിൽ പാപങ്ങൾ ചെയ്യാൻ ഒരാളെയും പ്രേരിപ്പിക്കുകയില്ല. വിശ്വാസികൾക്ക് അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഊർജവും ആത്മവിശ്വാസവും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള ഈ രൂപത്തിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. അതാണ് നമുക്കുണ്ടാവേണ്ടത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ നിരന്തരം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. എല്ലാ സമയത്തും നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിന്റെ പാരായണം, ഇതൊക്കെയും നമ്മുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെയും ഇല്ലാതാക്കാൻ അല്ലാഹു തആല നിർദ്ദേശിക്കുന്ന പരിഹാരങ്ങളായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന കസീറൻ മാ യഖൂൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അധികവും പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ, അല്ലാഹുവേ എല്ലാ വിധത്തിലുള്ള ദുഃഖങ്ങളിൽ നിന്നും എല്ലാ വിധത്തിലുള്ള വ്യസനങ്ങളിൽ നിന്നും അല്ലാഹ് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. വൽ അജസി വൽ കസൽ, എല്ലാ രൂപത്തിലുള്ള അശക്തതയിൽ നിന്നും എല്ലാ രൂപത്തിലുള്ള അലസതയിൽ നിന്നും അല്ലാഹ് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. വൽ ബുഖ്ലി വൽ ജുബ്ൻ, എല്ലാ രൂപത്തിലുള്ള പിശുക്കിൽ നിന്നും അതുപോലെ തന്നെ വൽ ജുബ്ൻ ഭീരുത്വത്തിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. വദൽ ഇൽദൈൻ, അതുപോലെ തന്നെ വീട്ടാൻ കഴിയാത്ത ഭാരമായി തീരുന്ന വലിയ കടബാധ്യതകളിൽ നിന്നും അല്ലാഹ് ഞാൻ നിന്നോട് കാവലിന് ചോദിക്കുന്നു. അതുപോലെ തന്നെ ആളുകൾ എന്നെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിന് ചോദിക്കുന്നു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അധികവും ധാരാളം ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ദുആ ചെയ്യണം. അതുപോലെ തന്നെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരികയാണ്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മാ അസ്വാബ അഹദൻ, ഒരാൾക്കും തന്നെയും ബാധിക്കുന്നില്ല, ഖത്തു ഹമ്മുൻ വലാ ഹസനുൻ, ആളെയും ബാധിക്കുക തന്നെയില്ല.
എന്നിട്ട് അങ്ങനെ ബാധിച്ചിട്ട് ഒരാൾ പറയുകയാണ്, അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു അമതിക നാസിയതി ബിയദിക മാദിൻ ഫിയ ഹുക്മുക അദ്ലുൻ ഫിയ ഖദാഉക അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക ഔ അൻസൽതഹു അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക ഔ ഇസ്തഅ്സർത ബിഹി ഫി ഇൽമിൽ ഗൈബി ഇൻദക അൻ തജ്അലൽ ഖുർആന ربيع قلبي ونور صدري وجلاء حزني وذهاب همي. ഈ ദുആ ആരെങ്കിലും ദുആ ചെയ്യുകയാണെങ്കിൽ, ഒരാൾക്ക് ദുഃഖമോ അല്ലെങ്കിൽ വ്യസനമോ ഉണ്ടായിട്ട് ഈ ദുആ ഒരാൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇല്ലാ അദ്ഹബല്ലാഹു ഹമ്മാ, അല്ലാഹു അവന്റെ ദുഃഖത്തെ, അല്ലാഹു അവന്റെ വിഷമത്തെ പോക്കിക്കളയുന്നതാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്താ സുഹൃത്തുക്കളെ ആ പ്രാർത്ഥന? അല്ലാഹുവിനോട് പറയുകയാണ്, അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു അമതിക, അല്ലാഹ് ഞാൻ നിന്റെ ഇന്ന ദാസന്റെ മകനാണ്, ഞാൻ ഇന്ന ദാസിയുടെ മകനാണ്. അതുപോലെ തന്നെ നാസിയതി ബിയദിക, എൻ്റെ എല്ലാം നിന്റെ കൈകളിലാണ്. അല്ലാഹ് മാദിൻ ഫിയ ഹുക്മുക, നീ എന്നിൽ വിധിച്ചതെല്ലാം അതെല്ലാം നീതിയാണ്. അതുപോലെ തന്നെ അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക ഔ അൻസൽതഹു ഫീ കിതാബിക ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക ഔ ഇസ്തഅ്സർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക. അല്ലാഹുവിന്റെ നാമത്തെ മുൻനിർത്തിക്കൊണ്ട് അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, അൻതജ്അലൽ ഖുർആന റബീഅ ഖൽബി, അല്ലാഹ് ഈ ഖുർആനിനെ എൻ്റെ ഹൃദയത്തിന്റെ വസന്തമാക്കി തരണേ അല്ലാഹ്. അതുപോലെ തന്നെ എൻ്റെ ഹൃദയത്തിന് പ്രകാശമാക്കണേ അല്ലാഹ്. വജലാഅ ഹുസ്നി, എൻ്റെ വ്യസനങ്ങൾക്ക് വ്യസനങ്ങളെല്ലാം നീങ്ങി എൻ്റെ ദുഃഖങ്ങളെ പോക്കിക്കളയാനുള്ള കാരണമാക്കണേ എന്നതാണ് സുഹൃത്തുക്കളെ അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത്. അഥവാ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അതിന്റെ പഠിക്കലും അതിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കലുമെല്ലാം നമ്മുടെ ജനങ്ങളും എല്ലാ പ്രയാസങ്ങളും നീങ്ങിപ്പോകാൻ കാരണമാകുന്നതാണ് എന്നതാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഖുൽ നബിയേ പറയുക, ഹുവലില്ലദീന ആമനു ഹുദൻ വശിഫാ, തീർച്ചയായും ഈ ഗ്രന്ഥം, ഈ ഖുർആൻ അതിലില്ലദീന ആമനു വിശ്വാസികൾക്ക് ഹുദമാണ്, വശിഫാഉൻ ശമനവുമാണ്. എല്ലാ വ്യസനങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു മരുന്നാണ് വിശുദ്ധ ഖുർആൻ എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് ഉണർത്തി തരികയാണ്. അതുകൊണ്ട് ഈ വിശുദ്ധ ഖുർആൻ അത് നമ്മൾ നന്നായി പാരായണം ചെയ്യുകയും പഠിക്കുകയും നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ ധാരാളം ദിക്റുകളും ദുആകളും ചെയ്യുമ്പോൾ വിശ്വാസികൾക്ക് അവരെ അലട്ടുന്ന എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ, എന്തെല്ലാം ദുഃഖങ്ങളുണ്ടോ അതെല്ലാം നീങ്ങിക്കിട്ടും എന്നതാണ്. ഇനി നിങ്ങൾ നോക്കൂ, സൂറത്തുർ റഅദിൽ അല്ലാഹു തആല പറയുകയാണ്, അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹു തആല പറയുകയാണ്, അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾക്ക് അടക്കം ലഭിക്കുന്നു, അവരുടെ ഹൃദയങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നത് ബിദിക്രില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ടാണ്, അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്നത് മുഖേനയാണ് വിശ്വാസികളുടെ ഹൃദയങ്ങൾക്ക് അടക്കം ലഭിക്കുന്നത്, ആശ്വാസം ലഭിക്കുന്നത്, സമാധാനം ലഭിക്കുന്നത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നൂബ്. ഹൃദയത്തിന് സമാധാനം ലഭിക്കാൻ വേറൊരു വഴിയില്ല സുഹൃത്തുക്കളെ. ഏതെങ്കിലും നിലക്കുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചത് കൊണ്ടോ, അതല്ലെങ്കിൽ സംഗീതം കേട്ടത് കൊണ്ടോ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പൈശാചികമായ മാർഗത്തിലൂടെ ഒരിക്കലും തന്നെ മനുഷ്യരെ അലട്ടുന്ന ദുഃഖങ്ങൾക്ക്, പ്രയാസങ്ങൾക്ക് ശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയത്തിന് അടക്കം വേണോ, ഹൃദയത്തിന് സമാധാനം വേണോ, ഹൃദയത്തിന് ശാന്തി വേണോ, ബിദിക്രില്ലാഹ്, അത് അല്ലാഹുവിനെ കൊണ്ടുള്ള ദിക്ർ കൊണ്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇത് അല്ലാഹു തആല നമ്മളോട് പറയുകയാണ്. ഇത് വിശ്വാസികളായ നമ്മളോട് വിശുദ്ധ ഖുർആൻ പറയുന്ന കാര്യമാണ് സുഹൃത്തുക്കളെ. ഈ വിശുദ്ധ ഖുർആനിന്റെ അനുയായികളാണ് നമ്മൾ. പക്ഷേ പലരും ഇതൊന്നും ഓർക്കുകയില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും രൂപത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്
അതല്ലെങ്കിൽ സംഗീതം ഉപയോഗിച്ചുകൊണ്ട് സിനിമകളും സീരിയലുകളും പാട്ടുകളും ഡാൻസുകളും എല്ലാം കേട്ടും കണ്ടും ആ രൂപത്തിലൊക്കെയാണ് പല ആളുകളും ദുഃഖം മാറിക്കിട്ടാൻ, അതല്ലെങ്കിൽ ടെൻഷൻ പോയി കിട്ടാൻ കാരണമായി കൊണ്ട് തേടുന്നത്. ഒരു ദുഃഖവും മാറിക്കിട്ടുകയില്ല. കാരണം ഇതെല്ലാം പൈശാചികമായ പ്രവർത്തനങ്ങളാണ്. ഒരുപക്ഷേ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, ഈ സിനിമകളിൽ ഇത്തരത്തിലുള്ള പൈശാചികമായ പ്രവർത്തനങ്ങളിലൂടെ എന്തെങ്കിലും ചെറിയ രൂപത്തിൽ നമുക്ക് അങ്ങനെ ഒരു ശമനം ലഭിക്കിൽ പോലും അതും പൈശാചികതയാണ്. പിന്നീട് പിശാച് ആ പൈശാചിക പ്രവർത്തനങ്ങളിൽ അത്തരത്തിലുള്ള ആളുകളെ തളച്ചിട്ടുകൊണ്ടേയിരിക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരൊരിക്കലും തന്നെ അതിൽ നിന്ന് മുക്തമാവുകയില്ല. കാരണം അവർക്ക് പിന്നെ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും അവർ അതിലേക്ക് തന്നെയായിരിക്കും പോവുക. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ മുഅ്മിനീങ്ങളോട് പറഞ്ഞു, അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും, വിശ്വാസികളുടെ ഹൃദയങ്ങൾക്ക് അടക്കം ലഭിക്കും. അവരുടെ ഹൃദയങ്ങൾക്ക് എന്നും ആശ്വാസവും സമാധാനവും ലഭിക്കും. എങ്ങനെയാണത്? അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ കൊണ്ട്. അതുകൊണ്ട് അല്ലാഹു തആല എല്ലാവരോടും പറഞ്ഞു, അലാ അറിയണേ, ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അടക്കം ലഭിക്കുക, ഹൃദയത്തിന് സമാധാനം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ, അള്ളാഹുവിനോടുള്ള ദുആ എല്ലാം നമ്മൾ നിരന്തരം കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ എന്ത് പ്രയാസങ്ങളും ദുഃഖങ്ങളും ഉണ്ടെങ്കിലും തന്നെയും ശരി സുഹൃത്തുക്കളെ, ജീവിതത്തിൽ ഒരു സന്തോഷമുണ്ടാകും, ജീവിതത്തിൽ ഒരു സംതൃപ്തി ഉണ്ടാകും. സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയിൽ നിന്നുകൊണ്ട് എല്ലാ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും നമുക്ക് അതിലൊക്കെ ക്ഷമ അവലംബിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള യഥാർത്ഥ മുത്തഖീങ്ങളിൽ, അത്തരത്തിലുള്ള യഥാർത്ഥ വിജയികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ജീവിതത്തിൽ പല രൂപത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം നമ്മെ ബാധിക്കുമെന്നും അതിൽ വിശ്വാസികൾ സ്വീകരിക്കേണ്ടുന്ന പരിഹാരമാർഗം എന്താണ് എന്നും ആണ് നമ്മൾ മനസ്സിലാക്കിയത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട അതെന്താണ്? അല്ലാഹു തആല നമുക്ക് ഏത് രൂപത്തിലുള്ള പ്രയാസങ്ങൾ കൊണ്ട് നമ്മളെ പരീക്ഷിച്ചാലും ശരി, അതിലൊക്കെയും തന്നെ നമുക്ക് ഖൈറേ റബ്ബ് നമുക്ക് തരികയുള്ളൂ. എല്ലാത്തിലും ഒരു ഖൈറുണ്ടാകും. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വചനം നമ്മൾ ഏലാക്കുകയും ചെയ്യേണ്ടുന്നതാണ്. അതെന്താ? നബി പറയുകയാണ്, മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹസനിൻ വലാ അദൻ വലാ ഗമ്മിൻ. ഒരു വിശ്വാസിയെ, ഒരു മുസ്ലിമിനെ ബാധിക്കുകയാണെങ്കിലും ശരി, എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു മുള്ള് തറക്കുന്നത് പോലും, ആ ഒരു വിഷമം പോലും ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായാ, അവന്റെ പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരു മുള്ള് തറച്ചാൽ ഉണ്ടാകുന്ന പ്രയാസത്തിനുള്ളൂ നമുക്കറിയാം. പക്ഷെ അതുകൊണ്ട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ പാപങ്ങൾ പുറത്തു തരും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മാനസികമായിട്ടാവട്ടെ ശാരീരികമായിട്ടാണെങ്കിലും ശരി, ഇനി ഏത് രൂപത്തിലാണെങ്കിലും ശരി, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏതെങ്കിലും രൂപത്തിൽ വല്ല പ്രയാസങ്ങളും വല്ല ബുദ്ധിമുട്ടുകളും നമ്മൾക്കുണ്ട് എങ്കിൽ അതിൽ നമ്മൾ ക്ഷമിക്കുകയാണ് വേണ്ടത്. അത് മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ പുറത്തു തന്ന് സ്വർഗത്തിലേക്ക് എത്താൻ ഉള്ള കാരണമായി തീരും എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്.
ഈ ചിന്തകളാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ സന്ദർഭങ്ങളിലും ഉണ്ടാകേണ്ടത് എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും ഏത് പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും, എന്ത് വിഷമങ്ങളും ദുഃഖങ്ങളും ഏത് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നാലും ശരി, അവിടെയൊക്കെയും അല്ലാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട്, അല്ലാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുന്ന നല്ലവർ, അല്ലാഹുവിനെ ഓർക്കുന്ന നല്ല അടിമകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പ് തരണേ റഹ്മാനെ. അല്ലാഹുവേ, എന്തെല്ലാം പ്രയാസങ്ങളും ദുഃഖങ്ങളും ഉണ്ടോ അതെല്ലാം നിന്റെ മഹത്തായ റഹ്മത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് വിടുതൽ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്, നീ എല്ലാവർക്കും ശിഫ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, കടബാധിതരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്, എല്ലാവരുടെയും കടബാധിതകൾ നീ ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ, ഞങ്ങളുടെ എല്ലാത്തിലും നീ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, എല്ലാ രൂപത്തിലുള്ള എല്ലാ മുസീബത്തുകളിൽ നിന്നും നീ ഞങ്ങൾക്ക് കാവൽ തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ജീവിക്കുന്ന കാലമത്രയും ഈമാനോടെയും തഖ്വയോടെയും ജീവിക്കാനും അങ്ങനെ തന്നെ ഈ ലോകത്തോട് വിട പറയാനുമുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ റഹ്മാനെ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങൾ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.